ഈ അലീന മിസ് ഇപ്പൊ വരും. നമ്മുടെ പ്ലാനൊക്കെ വർക്കൗട്ട് ആവുമല്ലോ അല്ലേ? പിന്നല്ല, പ്ലാനൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവും. നീ കണ്ടോടി, ഞാൻ അവൾക്കിട്ട് നല്ലൊരു പൂട്ടിട്ട് കൊടുക്കാൻ പോവാ. അവള് നമ്മുടെ ക്ലാസ്സിലല്ലേ ഈ കുട്ടികളെ മുന്നിൽ വെച്ച് നാണം കിടന്നേ. എനിക്കൊന്ന് നല്ലോണം കാണണം. ഞാനും അത് കാണാൻ തന്നെയാടി കാത്തിരിക്കുന്നേ. മിസ് ഒന്ന് നീ വന്നിരുന്നെങ്കിൽ. മിസ്സൊക്കെ ഇപ്പൊ വരൂടി, നീ വെയിറ്റ് ചെയ്യുന്നേ. പാവങ്ങൾ ഒന്നും അറിയാതെ ഇരിക്കുന്നു. എടി ദേവൂട്ടി, നീ അവൾമാര് പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടടി, കേൾക്കുന്നുണ്ട്. അവൾമാര് രണ്ടുപേരിരുന്ന് പ്ലാൻ ഇടട്ടെ. ഒടുക്കും ആ പ്ലാന് പൊട്ടി പാളീസാക്കുമ്പോ രണ്ടിന്റെ ഹൃദയം തകരും. അത് കാണാനാ ഞാനിവിടെ കാത്തിരിക്കുന്നേ. അത് അവൾമാർക്ക് അറിയില്ലല്ലോ. ഷോ എടി ചിന്നുകുട്ടി, ഞാൻ നല്ല എക്സൈറ്റ്മെന്റിലാട്ടോ. പാത്തു ഏതായാലും സ്റ്റാഫ് റൂമൊക്കെ പോയിക്കല്ലേ മിസ്സിനെ കൊണ്ടുവരാൻ. അവള് വരട്ടെ, ബാക്കി രസം വന്നിട്ട് കാണാം. എടി അലീന, നീ സംഗതി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോടി? പിന്നല്ല, സംഗതിയൊക്കെ റെഡിയടി. അവള് പോലും അറിയാതെ അവളുടെ ബാഗിൽ ഞാൻ കാണാതെ ഒരിടത്ത് അവള് കാണാത്ത സ്ഥലത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാടി നീ ചെയ്തേ? അതൊക്കെ ഉണ്ടടി, നീ കണ്ടോ? ഇതല്ല, ഇതിനപ്പുറം എന്നെ കൊണ്ട് സാധിക്കും. ദേവൂട്ടി, നമ്മളിപ്പോ കുറച്ചു മുമ്പ് വാഷ്റൂമിൽ പോയായിരുന്നില്ലേ? അപ്പളാ അവൾ നിന്റെ ബാഗിലേക്ക് കയറ്റി വെച്ചത്. ഞാൻ കണ്ടതാടി. അവൾ ആരും കാണാതെ നിന്റെ ബാഗിലേക്ക് ആ ലൊട്ട പൂച്ച് കയറ്റി വെക്കുന്നത്. ബാക്കി പണിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ടടി. അതിപ്പോ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പൗച്ച് ഏതായാലും മിസ് വരട്ടെ, ആരുടെ ബാഗിലാണ് സെർച്ച് ചെയ്തിട്ട് കിട്ടണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതെങ്ങനെ സംഭവിച്ചെന്നോർത്ത് രണ്ടിന്റെ തല നല്ലോണം പുകയണം. അതെ, പുകഞ്ഞ് പുറത്ത് ചാടണം രണ്ടും. ഡെഡി, മിസ് വന്ന്. ഗുഡ് മോർണിംഗ് മിസ്. ഓ, വെരി ഗുഡ് മോർണിംഗ് കുട്ടികളെ. അപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? യെസ് മിസ്. അതെ മിസ്. അപ്പൊ ഇന്ന് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് എടുക്കുന്നത്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടല്ലേ? അതെ മിസ്. വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും ബാഗിൽ നിന്ന് ബുക്ക് എടുത്തോളൂ. എടി, തുടങ്ങാല്ലേ? നീ ഒന്നും നോക്കണ്ട, തുടങ്ങിക്കോ. അയ്യോ എൻ്റെ പൗച്ച് കാണുന്നില്ല. അയ്യോ മിസ്സേ, എൻ്റെ ബാഗിൽ എൻ്റെ പുതിയ പൗച്ച് കാണുന്നില്ല മിസ്സേ. എടി മീനുട്ടി, അവള് പണി തുടങ്ങി കേട്ടോ. അയ്യോ, എന്തു പറ്റി മോളെ? മിസ്സേ, എൻ്റെ വില കൂടിയ പൗച്ചാ, കാണുന്നില്ല മിസ്സേ. എന്ത്, പൗച്ച് കാണുന്നില്ലെന്നോ? നീ കൊണ്ടുവന്നിട്ടില്ലായിരുന്നോ വീട്ടിൽ നിന്ന് പോരുമ്പോ? മിസ്സേ, ഞാൻ വീട്ടിൽ നിന്ന് പൗച്ച് ബാഗിലിട്ടതാ. ഞാൻ നല്ലോണം നോക്കിയതിന് ശേഷമാ ബാഗിന്റെ സിപ്പ് അടിച്ചത്. അയ്യോ, പിന്നെ പൗച്ച് എവിടെ പോയി? നീ നല്ലോണം ശ്രദ്ധിച്ച് നോക്ക്, ആ ബെഞ്ചിന്റെ താഴെ എങ്ങാനും വീണ് കിടപ്പുണ്ടെന്ന്. ഇല്ല മിസ്സേ, അവിടെ ഒന്നും കാണുന്നില്ല മിസ്സേ. ഇനി എന്താ ഞാൻ ചെയ്യാ? എൻ്റെ വില കൂടിയ പൗച്ച് എൻ്റെ മമ്മി അറിഞ്ഞ എന്നെ വഴക്ക് പറയും, എന്നെ തല്ലും. ഇനി എന്ത് ഞാൻ ചെയ്യും മിസ്സേ? അത് ശരിയാ മിസ്സേ, അവളുടെ പൗച്ച് അവൾക്ക് വില കൂടിയ പൗച്ച് വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുത്തത് അവളുടെ മമ്മി. നല്ലോണം സൂക്ഷിച്ചു നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളോട്. ഇതിപ്പോ കളഞ്ഞു വന്നാൽ അവളെ തല്ലി വഴക്ക് പറയും. നോനോ, നിന്റെ മമ്മിക്ക് ഞാൻ വിളിച്ചോളാം. നിന്റെ മമ്മി നിന്നെ ഒന്നും ചെയ്യില്ല കേട്ടോ, ഞാൻ പറഞ്ഞോളാം. എങ്കിലും മിസ്സേ, ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ പൗച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇവിടെ എത്തിയതിനു ശേഷം കാണാതായത്. എനിക്ക് ഇവിടെയുള്ള കുട്ടികളെ ചെറുതായിട്ട് സംശയമുണ്ട് മിസ്സേ. എൻ്റെ പൗച്ച് കണ്ടിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ പൗച്ച് എന്ത് ഭംഗിയാ കാണാനെന്ന്. എനിക്ക് തോന്നുന്നത് ആരോ ഇതിൽ എൻ്റെ പൗച്ച് എടുത്തിട്ടുണ്ടെന്നാ. അയ്യോ, അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല മോളെ. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളല്ലേ, അവരങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇല്ല മിസ്സേ, എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇവരിൽ ആരെങ്കിലും എൻ്റെ പൗച്ച് ബാഗിലിട്ട് എടുത്തു വെച്ചിട്ടുണ്ടാകും. കാരണം എൻ്റെ പൗച്ച് നല്ല ഭംഗിയുള്ള പൗച്ചാ. അത്രയും വില കൂടിയ പൗച്ച് ഒരാൾക്ക് കിട്ടാന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമല്ലേ. അതുകൊണ്ട് ആരെങ്കിലും എടുത്തു മാറ്റിയിട്ടുണ്ടാവും. എനിക്ക് നല്ല ഉറപ്പുണ്ട് മിസ്സേ. അതെ മിസ്സേ, അവൾ പറയുന്നത് സത്യ. ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും. സത്യ മിസ്സേ. മിസ് എല്ലാവരുടെ ബാഗൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, അപ്പൊ മനസ്സിലാവുമല്ലോ. ഓക്കെ, നിങ്ങൾ സമാധാനായിരിക്ക്. പൗച്ച് എവിടേക്കും പോയിട്ടുണ്ടാവില്ല, ഇവിടെ എവിടെയെങ്കിലും കാണും. നിങ്ങൾ സമാധാനായിരിക്ക്. അത് പറ്റില്ല മിസ്സേ, എല്ലാവരുടെ ബാഗ് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യാം. ഡോണ്ട് വെറി, അവിടെ ഇരിക്ക്. നീ ആദ്യം ഈ കരച്ചിൽ നിർത്ത്. മിസ്സേ, ദാ ആ ഫ്രണ്ടിലിരിക്കുന്ന 3 എണ്ണല്ലേ, അവൾമാരുടെ ബാഗ് ആദ്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. എന്ത്, ഇവരെടുത്തുന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നേ? അവരിൽ ആരെങ്കിലും എടുക്കാനാണ് സാധ്യത മിസ്സേ. ഞങ്ങളൊന്നും നിന്റെ പൗച്ച് എടുത്തിട്ടില്ല കേട്ടോ. അതെ, നീ ഞങ്ങളെ വെറുതെ സംശയിക്കൊന്നും വേണ്ട. ഞങ്ങൾ ആരും നിന്റെ പൗച്ച് എടുക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് അന്തസായി ഞങ്ങൾ ആ അച്ഛനും അമ്മയും വാങ്ങി തന്നെ നല്ല അടിപൊളി പൗച്ച് ഞങ്ങളെ കയ്യിലിരിപ്പുണ്ട്. പിന്നെന്തിനാ ഞങ്ങൾക്ക് നിന്റെ ലൊഡ പൗച്ച്?
എടീ, എന്റെ ലൊട്ട പൂച്ചല്ല, വില കൂടി പൂച്ച, നല്ല ഭംഗിയുള്ള പൂച്ച. ഓ നിർത്ത് നിർത്ത്, എൻ്റെ ദൈവമേ, ഈ കുട്ടികളുടെ ഒരു കാര്യം. നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ, ഞാൻ ഇതിനൊരു പരിഹാരം കാണാം. അതെ മിസ്സേ, ഉടനെ തന്നെ പരിഹാരം കാണണം. ഇവരുടെ 3 പേരുടെയും ബാഗ് ആദ്യം തന്നെ സെർച്ച് ചെയ്യണം. ഓക്കെ ഓക്കെ, ഞാൻ സെർച്ച് ചെയ്തോളാം, നിങ്ങളൊന്ന് ക്ഷമിക്ക്. ആ ദേവൂട്ടി, ചിന്നു ആൻഡ് കുഞ്ഞാമിന, നിങ്ങളുടെ 3 പേരുടെയും ബാഗ് ഒന്ന് എനിക്ക് തന്നേ, ഞാൻ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. മിസ്സേ, സത്യമായിട്ടും മിസ്സേ, ഞങ്ങൾ ആരും അവളുടെ പോച്ച എടുത്തിട്ടില്ല. അവൾ 2 പേരും വെറുതെ അനാവശ്യമായി ഞങ്ങൾ സംശയിക്കുക. അവർക്ക് ഞങ്ങളോട് ഈ ഫ്രണ്ട് സീറ്റ് കൊടുക്കായിട്ട് നല്ല ദേഷ്യമുണ്ട്. ആ ദേഷ്യം ഇതുവഴി കാണിക്കാണ് മിസ്സേ. ഓ നിങ്ങൾ ദേഷ്യപ്പെടേണ്ട കുട്ടികളെ, നിങ്ങളുടെ 3 പേരുടെ ബാഗ് ഞാൻ സെർച്ച് ചെയ്താൽ അതിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ എടുത്തിട്ടില്ലാന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പേടിക്കണം എന്തിനാ? മിസ്സേ, ഞങ്ങൾ പേടിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ ബാഗ് വേണമെങ്കിൽ മിസ്സ് സെർച്ച് ചെയ്തോ, പക്ഷേ ഇവിടെ പറയുന്നൊക്കെ പച്ചക്കള്ളാണ്. അത് മിസ്സ് വിശ്വസിക്കരുത് പ്ലീസ്. ഓക്കെ ഓക്കെ, എങ്കിൽ ബാഗ് തരൂ, ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഈ ബാഗിലൊന്നും കാണാനില്ലല്ലോ. ദേവു, നിന്റെ ബാഗ് തരൂ. ചിന്നുവിൻ്റെ ബാഗ് കൊടുക്ക്. ഓ ഇതിലൊന്നുമില്ല, ഇതിൽ 3-ലില്ല. അലീന, ഇവളുടെ 3 പേരുടെ ബാഗ് ഞാൻ സെർച്ച് ചെയ്തു. ഇവരുടെ 3 പേരുടെ ബാഗിലും നിന്റെ പൗച്ചില്ല. പിന്നെ എന്തിനു നീ ഇവരെ സംശയിക്കണം? അയ്യോ, പിന്നെ എൻ്റെ പൗച്ച് എവിടെ പോയി? എടി അലീന, നീയല്ലേ പറഞ്ഞ് പൗച്ച് അവളുടെ ആ ദേവൂട്ടിയുടെ ബാഗിൽ ഇട്ടെന്ന്. പിന്നെ എങ്ങനെ മിസ് നോക്കിയിട്ട് കണ്ടില്ലല്ലോ? അയ്യോ, അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. ഞാൻ ആ പൗച്ച് അവളുടെ ബാഗിൽ ഇട്ടതാണല്ലോ, പിന്നെ എന്തുകൊണ്ടത് കാണാനില്ല? ഇനി അവളെങ്ങാനും അതെടുത്ത് മാറ്റിയോ? ഇനി മിസ് നേരെ സെർച്ച് ചെയ്തിട്ടില്ലേ? ആ പൗച്ച് ആ ബാഗിൽ തന്നെ ഉണ്ടോ? മിസ് നേരെ സെർച്ച് ചെയ്തോ? അതെ, ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് സെർച്ച് ചെയ്തത്. അവരുടെ 3 പേരുടെ ബാഗിലും നിന്റെ പൗച്ച് ഇല്ല. അയ്യോ, ഇത് എന്ത് മറിമായും. ഡി, നിന്നോട് പറഞ്ഞില്ലേ ഞങ്ങൾ ആരും നിന്റെ പൗച്ച് എടുത്തിട്ടില്ലാന്ന്? ഇപ്പൊ നിനക്ക് വിശ്വാസമായോ ഡി? അതെ, ഞങ്ങൾക്ക് നിന്റെ പൗച്ചിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണം നിന്റെ ലൊഡ പൗച്ച്? എന്റെ ബലമായ സംശയം നിന്റെ അടുത്തിരിക്കുന്നവൾ തന്നെയാ നിന്റെ പൗച്ച് അടിച്ചു മാറ്റിയതെന്നാ. നീ അവൾ ആദ്യം സൂക്ഷിച്ചു നോക്ക്. അതെ മിസ്സേ, ഞങ്ങളുടെ 3 പേരുടെയും ബാഗ് മാത്രം നോക്കിയതിന് കാര്യമില്ല, അവളുടെ ബാഗും നോക്കണം. മാത്രല്ല മറ്റുള്ള കുട്ടികളുടെ എല്ലാവരുടെ ബാഗും സെർച്ച് ചെയ്യണം. ഞങ്ങളെ മാത്രം സംശയിക്കുന്നത് ശരിയല്ല മിസ്സേ. ശരിയാ, ഓക്കെ, എല്ലാവരുടെ ബാഗും ഞാൻ സെർച്ച് ചെയ്യുന്നതാണ്. എല്ലാവരുടെ ബാഗും ഇങ്ങോട്ട് കൊണ്ടുപോവാ. ജൂലി, നിന്റെ ബാഗ് ഇങ്ങോട്ട് കൊണ്ടുപോവാ. മിസ്സേ, എൻ്റെ ബാഗ് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, പിന്നെ എങ്ങനെ ഞാൻ അവളുടെ പൗച്ച് എടുക്കാനാ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബാഗ് ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ ബാഗ് ഇങ്ങോട്ട് കൊണ്ടുപോവാ. എല്ലാവരും ബാഗ് ഒന്ന് സെർച്ച് ചെയ്യണം. ആ ശരി മിസ്സേ, ദ ബാഗ്. ഓ മൈ ഗോഡ്, ഇതാ പൗച്ച്. ഇതല്ലേ അലീനയുടെ പൗച്ച്? അതെ, ഇത് തന്നെയാ. ഓഹോ, നിന്റെ ബാഗിലായിരുന്നോ അവളുടെ പൗച്ച്? അപ്പൊ നീയാണോ അവളുടെ പൗച്ച് മോഷ്ടിച്ചേ? അയ്യോ, എൻ്റെ ബാഗിലോ? എൻ്റെ ബാഗിൽ എങ്ങനെ അത് വന്ന് പെട്ടു? എടി അലീന, നീ എൻ്റെ ബാഗിലോട്ടാണോടി തള്ളിയത് നിന്റെ പൗച്ച്? അയ്യോ ഷിറ്റ്, ഇതെങ്ങനെ നിന്റെ ബാഗിൽ വന്നപ്പോ ഞാൻ ആലോചിക്കുന്നേ. മിസ്സേ, ഞങ്ങൾ പറഞ്ഞില്ലേ അവളുടെ ബാഗ് നല്ലോണം സെർച്ച് ചെയ്ത് നോക്ക്, അതിലുണ്ടാകുന്നത്. ഇപ്പൊ എന്തായി മിസ്സേ, യഥാർത്ഥ കള്ളനെ പിടിച്ചില്ലേ? അതെ മിസ്സേ, എനിക്കൊരു കള്ളലക്ഷണം അവളിൽ ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് മിസ്സിനോട് ഞങ്ങൾ പറഞ്ഞേ അവളുടെ ബാഗ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ. അതെ, ഒന്നും അറിയാത്ത ഭാഗത്തിൽ ഇരിക്കുക. അതുകൊണ്ടെന്തായി, പൗച്ച് കള്ളിയെ പിടികിട്ടിയല്ലോ. അയ്യോ മിസ്സേ, ഞാനല്ല പൗച്ച് എടുത്തത് മിസ്സേ. പിന്നെ എങ്ങനെ നിന്റെ ബാഗിൽ പൗച്ച് വന്നു? അത് നീ പറ. അത് മിസ്സേ, എനിക്കറിയില്ല. ചിലപ്പോ ഇവള് തന്നെ എന്റെ ബാഗിൽ കൊണ്ടിട്ടതായിരിക്കും. എന്ത്? ഞാൻ നിന്റെ ബാഗിൽ എങ്ങനെ ഇടാനാ? അല്ലടി, നീ അറിയാതെ എങ്ങാനും ഇട്ടതായിരിക്കും എന്നാ ഞാൻ ഉദ്ദേശിച്ചേ. ഇപ്പൊ നിങ്ങളുടെ 2 പേരുടെയും പ്രശ്നം തീർന്നോ? നിങ്ങൾക്ക് ഇവരെ 3 പേരെയും കളിയാക്കാനായിരുന്നല്ലോ ആവേശം. ഇപ്പൊ എന്താ സംഭവിച്ചത്? നിന്റെ തൊട്ടടുത്തിരിക്കുന്ന നിന്റെ ഫ്രണ്ട് തന്നെയാ നിന്റെ പോച്ചെടുത്തത്. അതുകൊണ്ട് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരെയും വില കുറച്ച് കാണരുത്, ഒരാളെയും കാര്യമറിയാതെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. നിനക്ക് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ അലീന? ആ മിസ്സേ, മനസ്സിലാകുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ ഒരു കേസുണ്ട് എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കരുത്. ഓക്കെ? ഓക്കെ മിസ്സേ. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഈ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെ ഇടയിൽ ഞാനൊരു കള്ളിയായി മാറി. അയ്യോ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവൾമാർക്കിട്ട് പണിതത് അവസാനം എനിക്ക് തന്നെ കൊണ്ടു. അവൾമാർക്ക് ഇതിലും നല്ലൊരു മറുപടി എനിക്ക് കൊടുക്കാനില്ല. അതെ, ഇങ്ങനെ ഒരു ടിസ്റ്റ് അവരും പ്രതീക്ഷിച്ചു കാണില്ല. ഏതായാലും ഇത് ഒരു വമ്പൻ ടിസ്റ്റ് ആയിപ്പോയി അല്ലേടി? അതെ